നിങ്ങൾ ആരെ പറ്റിയെങ്കിലും കുറ്റങ്ങൾ പറയാറുണ്ടോ? കുറ്റങ്ങൾ മാത്രമേ പറയാറുള്ളൂ അല്ലേ? എന്നാലൊന്ന് സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. മിക്കവാറും നിങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതെങ്ങനെയെന്നല്ലേ, നമ്മളിപ്പോൾ ഒരാളെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തിരുന്നുകൊണ്ട് അതേ സമയത്ത് തന്നെ അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് വിശ്വാസം വരുന്നില്ല? ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, അപ്പോൾ നിങ്ങൾക്കും വിശ്വാസം വരും. ഇപ്പം നമുക്കറിയാം, ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പുറത്തെ റൂമിലിരുന്നു കൊണ്ട് അപ്പുറത്തെ റൂമിലുള്ളവരെ പറ്റി വളരെ മോശപ്പെട്ട രൂപത്തിൽ സംസാരിക്കാറുണ്ട്. അവൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, വളരെ വൃത്തികെട്ടവളാണ്, മോശപ്പെട്ടവളാണ് എന്നൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതേ സമയത്ത് അവർ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളൊരു സംവിധാനം നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനി നിങ്ങളുടെ മൊബൈലിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയും നമുക്ക് ഈ ഒരു സെറ്റിങ്സ് കൊണ്ടുവരാനും സാധിക്കും. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സെറ്റിങ്സിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആപ്പ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഇൻസ്റ്റാൾ ചെയ്യാം. സെറ്റിങ്സിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ താഴെ ഓക്കെ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഫോൺ മൈക്ക് എന്ന രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. നിങ്ങളുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. ഞാനിപ്പം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇവിടെ കണക്ട് ചെയ്യാണ്. ഓൾറെഡി കണക്ട് ചെയ്തതാണ്. അപ്പോൾ ചെവിയിൽ വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്റ്റ് ആവും. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതുവരെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് പെയർ ചെയ്ത് ഈ ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്താൽ ഇതുപോലെ കണക്റ്റഡ് ആവും. അതിനുശേഷം വീണ്ടും ഇവിടെ ഫോൺ മൈക്ക് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും, അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സംഭവം ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കാണിക്കുമ്പോൾ ഒഴിഞ്ഞ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അത് പോകും. ഇവിടെ സൗണ്ടുകളൊക്കെ എനിക്ക് കേൾക്കാൻ സാധിക്കും. ഇവിടെ തന്നെ നോയ്സ് റിഡക്ഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഓണിലാണ് ഉള്ളത്. നോയ്സ് ഇല്ലാതെ നമുക്ക് വോയിസ് കേൾക്കാം. പിന്നെ ബൂസ്റ്റ് എന്ന ഭാഗത്ത് നമുക്ക് വോളിയം കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ മൊബൈൽ ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്താലും ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്കാകും. ഈ ലോക്ക് ചെയ്ത അവസ്ഥയിൽ ആരും കാണാത്ത രൂപത്തിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ബ്ലൂടൂത്ത് ദൂരപരിധിയിൽ 15 മീറ്റർ പരിധിയിലുള്ള എല്ലാ സൗണ്ടും നമുക്ക് ഹെഡ്സെറ്റിലൂടെ വളരെ വ്യക്തമായിട്ട് നോയ്സ് ഇല്ലാതെ കേൾക്കാൻ സാധിക്കും. പിന്നെ ഇത് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് വർക്കാകുന്നുണ്ട്, വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓഫ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഇത് ഓഫ് ആകുക. ഇപ്പോൾ സംഭവം ഓഫ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഇല്ലാതെ മൊബൈലിൻ്റെ സെറ്റിംഗ്സിൽ ഇത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ മറ്റൊരു മൊബൈൽ എടുക്കുകയാണ്. ഇത് സാംസങ്ങിൻ്റെ മൊബൈലാണ്. ഇതിൻ്റെ സെറ്റിംഗ്സിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സെറ്റിംഗ്സ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ചുകൂടി താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആക്സസിബിലിറ്റി എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആക്സസിബിലിറ്റി കാണുന്നുണ്ട്, അവിടെ ഞാൻ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ തന്നെ ഹിയറിംഗ് എൻഹാൻസ്മെൻറ്റ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആംപ്ലിഫൈ ആംബിയൻറ്റ് സൗണ്ട് എന്ന ഭാഗം കാണാൻ സാധിക്കും. അതാണ് നമുക്ക് വേണ്ടത്. എല്ലാ മൊബൈലിലും ഈ സെറ്റിങ്സ് കാണില്ല. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്താൽ ഇതുപോലെ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ ഗോയിറ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഐക്കൺ മാത്രം നമുക്ക് മതി. ഓക്കെ, ഇനി ഞാൻ ഇതിൽ നിന്നും പുറത്തു പോവുകയാണ്. പുറത്തു പോയാലും ഇവിടെ ഹോം സ്ക്രീനിൽ ഈ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. നമുക്ക് അവിടെ ഒന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമായിട്ട് കണക്ട് ചെയ്യണം എന്ന് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമായിട്ട് കണക്ട് ചെയ്യാണ്. ഓൾറെഡി നേരത്തെ കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ കണക്റ്റ് ആകും. ഇതുവരെ നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ഈ ഒരു ഡിവൈസുമായിട്ട് നിങ്ങളൊന്ന് പെയർ ചെയ്ത് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, വീണ്ടും ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ കണക്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കണക്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇത് ഇങ്ങനെ കണക്റ്റായി വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു ബാർ ഫുൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് കണക്റ്റ് ആവും. കണക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഇപ്പോൾ പരിസരത്തുള്ള എല്ലാ സൗണ്ടുകളും നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പോലെ തന്നെ ഈ ഒരു മൊബൈൽ ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഒരു ആപ്ലിക്കേഷനും ആവശ്യമില്ല ഇങ്ങനെയുള്ള സെറ്റിങ്സ് ഉണ്ടെങ്കിൽ. ഓക്കെ,
ഇനി ഈ മൊബൈൽ ആരും കാണാതെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പരിസരത്തുള്ള 15 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാ സൗണ്ടുകളും നമുക്ക് കേൾക്കാൻ സാധിക്കും ഹെഡ്സെറ്റിലൂടെ. ഇനി ഇത് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോക്ക് തുറക്കുക, എന്നിട്ട് ഈ ഒരു ഐക്കൺ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാകും. ഇനി സൗണ്ട് കേൾക്കാൻ സാധിക്കില്ല. ഇനി മൊത്തത്തിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, ആക്സസിബിലിറ്റി നിങ്ങൾ ഓപ്പൺ ചെയ്യുക, ഹിയറിംഗ് എൻഹാൻസ്മെൻറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ആംപ്ലിഫൈ ആംബിയൻറ്റ് സൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ഓപ്പൺ ചെയ്ത ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐക്കൺ അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. മൊത്തത്തിൽ ക്ലോസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. വളരെ നല്ലൊരു സെറ്റിംഗ്സ് തന്നെയാണ്. സെറ്റിംഗ്സ് ഇല്ലാത്തവർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. വളരെ നല്ല ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇനി മുതൽ മറ്റുള്ളവരെക്കുറിച്ച് നന്മയാകട്ടെ തിന്മയാകട്ടെ എന്തുമാകട്ടെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്തൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.